നെക്സ്റ്റ് കമ്പാരിസൺ ഓഫ് ലൈക്ക് ഫ്രാക്ഷൻ ആൻഡ് അൺലൈക്ക് ഫ്രാക്ഷൻ. കമ്പാരിസൺ ഓഫ് ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസിയാണ്. അതായത് 5/8 ആൻഡ് 4/8. ഈ രണ്ട് ഫ്രാക്ഷൻ 5/8ഉം 4/8ഉം ഏതാണ്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണ്? 8 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 5 പാർട്സ്, ഇവിടെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 4 പാർട്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം 8 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 5 എണ്ണമാണ് കൂടുതൽ അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ളതാണ് ലൈക്ക് ഫ്രാക്ഷൻ. അപ്പം ലൈക്ക് ഫ്രാക്ഷനെ കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. അപ്പോൾ 5/8 ഗ്രേറ്റർ ദാൻ 4/8. ലൈക്ക് ഫ്രാക്ഷനെ കമ്പയർ ചെയ്യാൻ ന്യൂമറേറ്ററിൻ്റെ വലുപ്പം മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് 11/15 ആൻഡ് 8/15. ഏതാണ്? ഇവിടെ 11ഉം ഇവിടെ 8ഉം. ഏതാണ് വലുത്? 11/15 ഈസ് ഗ്രേറ്റർ ദാൻ 8/15. 11 വലുതും 8 ചെറുതുമാണ്. നെക്സ്റ്റ് 7/10 and 11/12. Look here, 7/10, 11/12. ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണോ? അല്ല, ഇത് അൺലൈക്ക് ഫ്രാക്ഷനാണ്. അൺലൈക്ക് ഫ്രാക്ഷനെ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് എന്താണ്? ഈ ഡിനോമിനേറ്ററിൻ്റെ LCM കാണണം. ശ്രദ്ധിച്ചോണം, ഡിനോമിനേറ്ററിൻ്റെ LCM കണ്ടിട്ട് ആ LCM നമ്മൾ കോമൺ ആയിട്ട് രണ്ടിന് ഡിനോമിനേറ്റർ ആയിട്ട് ഇടണം. അപ്പോൾ 10ൻ്റെയും 12ൻ്റെയും LCM കാണണം. LCM കാണുന്നത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് കോമൺ ഡിവിഷൻ വഴിയാണ് ചെയ്യുന്നത്. രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 2 ഉണ്ട്. 5, 6. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് 5നെ നമ്മൾ അതുപോലെ ഇറക്കി എഴുതി. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. 3, 5, 1. ഓക്കെ, LCM equals 2 into 2, 4. 4 into 3, 12. അല്ലേ? അതായത് LCM എത്രയാണ്? 2 into 2 into 3 into 5. 2 into 2, 4. 4 into 3, 12. 12 into 5, 60. LCM എത്ര കിട്ടി? 16 കിട്ടി. ഇനി നമ്മൾ ഈ LCM 10ന് പകരവും ഈ 60യെ ഇടാവുള്ളൂ, 12ന് പകരവും 60യെ ഇടാവുള്ളൂ. ബോർഡ് മായ്ക്കുകയാണ്. LCM എത്രയാണ്? LCM ഈക്വൽസ് 60 നമുക്ക് കിട്ടി. സെവൻ ബൈ 10 ഈക്വൽസ് ഈ LCM നമ്മൾ ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് ഈ 10നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 60 കിട്ടിയ? 6 കൊണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ 6 കൊണ്ട് ചെയ്യണം. 7, 6 42. അപ്പോൾ 7/10നെ നമ്മൾ 42/16 ആക്കി. ഇനി 11/12. ഈ 12ന് പകരവും നമ്മൾ 60 എഴുതണം. 12 into 5 ആണ് 60. 11 into 5, 55. അപ്പോൾ ഇനി നമുക്ക് നോക്കാമല്ലോ ഏതാണ് വലുത്. ഇവിടെ 42/60, 55/60. ഏതാ വലുത്? 55/60 ഈസ് ഗ്രേറ്റർ ദാൻ 42/60. അതിൻ്റെ അർത്ഥം എന്താണ്? 55 എന്ന് ഉദ്ദേശിക്കുന്നത് ഏതിനാണ്? ദാറ്റ് മീൻസ് 11/12 ഈസ് ഗ്രേറ്റർ ദാൻ 7/10. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ പറയാം. ഇതിൻ്റെ അൺലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ LCM കാണണം. എന്നിട്ട് ആ LCMനെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് രണ്ടിനും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിനെ കമ്പയർ ചെയ്യാം.
നെക്സ്റ്റ് 5/9 ആൻഡ് 4/5. ഇതും അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ LCM കാണണം അല്ലേ. 9ന്റെ 5ന്റെ LCM കണ്ടു. 5നെ 3 കൊണ്ട് പറ്റില്ല, അതിനെ നമ്മൾ അതുപോലെ ഇറക്കി എഴുതി 3 കൊണ്ട് ചെയ്തു. 1 കിട്ടി. 5 വീണ്ടും 5 കൊണ്ട് ചെയ്തു. ഓക്കെ അല്ലേ. LCM കാണുന്ന ഓർക്കുന്നില്ലേ? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കിട്ടി. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതിനാൽ 5നെ അതുപോലെ ഇറക്കി എഴുതി. വീണ്ടും 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1 കിട്ടി. 5നെ അതുപോലെ ഇറക്കി എഴുതി. വീണ്ടും 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. LCM is equal to 3 into 3 into 5 is equal to 3 into 3 9. 9 5s are 45. ഇനി ഈ 45ന് വേണം ഈ 9ന് പകരവും 5ന് പകരവും ഡിനോമിനേറ്റർ ആയിട്ട് ഇടാനായിട്ട് ഈ 45 വേണം. അപ്പോൾ LCM is equal to 45. നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാൽക്കുലേഷൻസ് ചെയ്തോ അത് മുഴുവൻ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കും. ആൻസർ മാത്രം എടുത്ത് എഴുതി വെക്കരുത്. ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താലും അതിൻ്റെ കാൽക്കുലേഷൻസ് മൊത്തം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയത് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്കിലും മാർക്ക് മുഴുവൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ 9/5നെ നമ്മൾ 5/9നെ നമ്മൾ 9ന് പകരം എന്തിട്ടു? ഈ LCM കിട്ടിയ 45 കിട്ടും. 9 into 5 ആണ് 45. എന്നാൽ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 into 5 25. 4/5 5ന് പകരം നമ്മൾ 45 ഇട്ടു. 5 into 9. അപ്പോൾ ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 36. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം അല്ലേ. ഇവിടെ ഏതാണ് 25/45 36/45 അല്ലേ. ഏതാണ് വലുത്? ഇതാ വലുത് അല്ലേ. അപ്പോൾ 25/45 എന്ന് പറഞ്ഞാൽ ഏതാണ്? 5/9 is smaller than 4/5. ഓക്കെ. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ അസെൻഡിങ് ഓർഡർ. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ ആ സെക്കൻഡും തേർഡും സെക്ഷനിലെ ABCD സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ABCD ഹോംവർക്ക് തരികയാണ്. എല്ലാവരും നിങ്ങൾ തന്നെ അത് ചെയ്യുക. പിന്നെ തേർഡ് സെക്ഷനിലത് അതും ABCD ഹോംവർക്ക് ചെയ്യണം. അത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ്. അതിൽ എയും ബിയും ലൈക്ക് ഫ്രാക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. തേർഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാണ്. അപ്പോൾ എഴുതിയിട്ട് നിങ്ങൾ അതിനെ ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അൺലൈക്ക് ഫ്രാക്ഷൻ വരുന്നത് ഇതുപോലെ തന്നെ LCM കണ്ടുപിടിച്ച് വലുതേതാ ചെറുതേതാന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എഴുതുക. ടീച്ചർ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം. നിങ്ങൾ ആൻസർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ലൈക്ക് ഫ്രാക്ഷൻ. ലൈക്ക് ഫ്രാക്ഷനെ അഡീഷൻ ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും അതാണ് എക്സർസൈസ് 6E. Two by 9 plus 3/9. Look here. ഇതിൻ്റെ അർത്ഥം എന്താണ്? 9 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 2 പാർട്സും 9 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 3 പാർട്സും. അപ്പോൾ നമ്മൾ അതിന് രണ്ടോടെ ചേർത്ത് കഴിഞ്ഞാൽ 9 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 5 പാർട്സ് അല്ലേ. ഇപ്പം ഒരാൾക്ക് 2 പാർട്സും കിട്ടി, ഒരാൾക്ക് 3 പാർട്സും കിട്ടി. രണ്ട് പേർക്കൂടെ മൊത്തം 3 കിട്ടും. ആ 9 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 5 പാർട്സ്. അപ്പോൾ എന്താണ്? നമ്മൾ ഡിനോമിനേറ്ററിനെ ആഡ് ചെയ്യുന്നില്ല, ന്യൂമറേറ്ററിനെ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ്? ഈ ഡിനോമിനേറ്ററിനെ കോമൺ ആയിട്ട് താഴെ അങ്ങ് എഴുതി. അതിനെ ആഡ് ചെയ്താൽ ആൻസർ തെറ്റിപ്പോകും. ന്യൂമറേറ്റർ മാത്രം 2 + 3. ഇപ്പോൾ എത്ര വന്നു? 2 + 3 5. 5/9 അതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് 3/13 + 7/13 + 3/13 എന്താണ്? 13ന് നമ്മൾ കോമൺ ആയിട്ട് എഴുതി. അതിനുശേഷം ന്യൂമറേറ്ററിനെ എല്ലാം കൂടെ എഴുതി. 3 + 7 +
3 equals 3 plus 7 10. 10 plus 3 13. 13 by 13. എന്തായി? 13 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 13 പാർട്സും എടുത്തു. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ വന്നാൽ ദാറ്റ് ഈസ് 1 അല്ലേ? 13 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 13 ചേർത്ത് കഴിഞ്ഞാൽ എത്രയും മുഴുവനുമായി അല്ലേ? അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ സെയിം നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് ദാറ്റ് മീൻസ് 1. 8 by 8 is equal 1. 2 by 2 equals 1. 4 by 4 equals 1. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ ആണെങ്കിൽ ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് CM. See, 11 by 19 plus 3 by 19. എന്താണ്? 19 നമ്മൾ കോമൺ ആയിട്ട് താഴെ എഴുതി 11 plus 3 14 by 19. ഓക്കെ, അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻ്റെ അഡീഷൻ അതിൻ്റെ സമ്മ് കാണാൻ എന്താണ്? ഡിനോമിനേറ്ററിനെ അങ്ങ് എഴുതുക, അതിനുശേഷം ന്യൂമറേറ്ററിൻ്റെ മാത്രം അടിച്ചിരിക്കാം. സബ്ട്രാക്ട് ചെയ്യാനും ഇതേപോലെ തന്നെയാണ്. ഡിനോമിനേറ്ററിൻ്റെ വ്യത്യാസമൊന്നും വരുന്നില്ല, ന്യൂമറേറ്ററിൻ്റെ മാത്രം സബ്ട്രാക്ട് ചെയ്യാം. സെക്കൻഡ് സെക്ഷനിൽ AM 7 by 17 minus 2 by 17. 17 കോമൺ ആയിട്ട് നമ്മൾ എഴുതി 7 minus 2 equals 5 by 17. ഓക്കെ, നെക്സ്റ്റ് 19 by 24 minus 7 by 24. 24 ഇവിടെ ലൈക്ക് ഫ്രാക്ഷൻ ആയതിനാൽ 24നെ നമ്മൾ അതുപോലെ എഴുതി 19 minus 7 equals 12 by 24. Then see 17 by 19 minus 1 by 19. എന്താണ്? 19 17 minus 1 എത്രയാണ്? 16 by 19. ഓക്കെ, അപ്പം 6 ഈക്കകത്ത് എയും ബിയും സിയും ഫസ്റ്റ് സെക്ഷനിൽ സെക്കൻഡ് സെക്ഷനിലും ചെയ്തിട്ടുണ്ട്. ഇനി വേർഡ് പ്രോബ്ലം ആണ്. വേർഡ് പ്രോബ്ലം നമുക്കിപ്പോൾ തൽക്കാലം ചെയ്യേണ്ട, ടീച്ചർ അത് എക്സാമിന് ഇടുന്നുമില്ല. അപ്പം ഈ ചാപ്റ്റേഴ്സ് കുറച്ച് സ്പീഡിൽ പോയി, എന്നാലും ടീച്ചർ ചെയ്യേണ്ട മെത്തേഡ്സ് എല്ലാം നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പല പ്രാവശ്യം ക്ലാസ് കാണുക. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോടി ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നതും ഹോംവർക്ക് തന്നിരിക്കുന്നതും ഹോംവർക്ക് വളരെ കുറച്ചേ തന്നിട്ടുള്ളൂ. ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എഴുതാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ പല പ്രാവശ്യം ഈ ക്ലാസ് കണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി അത് അന്ന് പറയുന്ന കാര്യം അന്ന് തന്നെ പഠിച്ചു തീർക്കുക കേട്ടോ. അപ്പം നമുക്ക് എക്സാമിന് നമുക്കിനിയിപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് റിവിഷന് ഒരുങ്ങാനുള്ളത് കൊണ്ടാണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു തീർക്കുക. ഓക്കെ.